അമ്മേ. എന്താടി? കുറച്ച് ആൾക്കാർ ഏതാണ്ട് എടുത്തോണ്ട് വരുന്നു. എവിടെ? ഉറങ്ങിയോ? എന്താ ആലോചിക്കുന്നേ? ഞാനിപ്പോ വേറെ എന്തോ ആലോചിക്കാനടി, നമ്മുടെ തയ്യൽ കടയെ കുറിച്ച് തന്നെ. അതിനെന്താ, വന്നപ്പോ തന്നെ കടയും താമസിക്കാനൊരു വീടും കിട്ടിയില്ലേ? അതൊരു ഭാഗ്യമാ. നീ നോക്കിക്കോ, ഞാൻ ഈ നാടിനെ മേലാ പൊടിപ്പിക്കും. നീ കണ്ടോടി. നാൽക്കവലയിലെ തയ്യൽ കടയിൽ ചാക്കോ മേശിരി തയ്ക്കുന്നു. നാൽക്കവലയിലെ തയ്യൽ കടയിൽ ചാക്കോ മേശിരി തയ്ക്കുന്നു. കാറ്റത്താടും തൊങ്ങലുടുപ്പുകൾ കാഴ്ചക്കാരെ വിളിക്കുന്നു. ഒത്തിരി ആണ്ടുകൾ മുമ്പാണെത്തിയതവിടയ്ക്ക് അദ്ദേഹം. ചുട്ടിത്തോർത്തു മുളക്കച്ചകളും കെട്ടി ഗ്രാമ പെൺകൊടിമാർ. പാഞ്ഞു നടന്നൊരു കാലത്താണവർ കണ്ടതു ചാക്കോ മേശിരിയെ. അന്നാണാദ്യം തയ്യൽ മെഷ്യൻ വന്നത് നാട്ടിലൊരു ഉത്സാഹം. കിട്ടിയതെന്നാണ് ആദ്യം നാടിനു ഷർട്ടും ബ്ലൗസും ബാഡീസും. പണിയില്ലാത്തൊരു നിമിഷം പോലും കണി കാണാറില്ലെന്നൊന്നും. നാൽക്കവലയിലെ തയ്യൽ കടയിൽ ചാക്കോ മേശിരി തയ്ക്കുന്നു. കാറ്റത്താടും തൊങ്ങലുടുപ്പുകൾ കാഴ്ചക്കാരെ വിളിക്കുന്നു. നീങ്ങി നിൽക്കേ. എന്താ പേര്? ചേക്കുട്ടി. എന്താ തുന്നേണ്ടത്? കളസവും കുപ്പായവും. തിരിഞ്ഞു നിന്നോ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. ചാക്കോ മേശ്രിയെ, തമ്പ്രാൻ പറഞ്ഞു അത്രടം വരെ ഒന്ന് വരാൻ. അതെ, ഞാന് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞയച്ചേച്ച് അങ്ങ് എത്തിക്കൊള്ളാം. അപ്പൊ വരവ് ഉച്ചയാവും. തമ്പ്രാനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഈ വെറ്റകൾ ഇവിടെ നിന്നോളും. താൻ കട പൂട്ടിട്ട് വാ. എങ്ങോട്ടാ രണ്ടാളും കൂടെ? അതെ, അത് പിന്നെ ഞങ്ങള് മേലെപ്പാട്ട് മനവരെ ഒന്ന് പോവാ. അവിടെ അന്തർജനങ്ങൾക്ക് തുണി വാങ്ങി വെച്ചിട്ടുണ്ടേ. ബ്ലൗസും ബാഡീസും തുന്നാൻ. പിന്നെ നമ്മക്കുണ്ടൊരു മേലുടുപ്പേ. അളവെടുക്കാൻ പോവാ. കത്ത് വല്ലതും ഉണ്ടോ? കത്തുണ്ടെങ്കിൽ നിന്റെ വീട്ടിന്റെ വടക്കേപ്പുറത്ത് എത്തിച്ചോളാം.
വർത്തമാനകാലത്തിന്റെ ഓളപ്പരപ്പുകളിൽ ലയിക്കുവാനുള്ളതല്ല എൻ്റെ ഈ ജന്മം. പിറന്നു വീണ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ത്രാണിയില്ലാത്ത അമ്മമാരുടെ, ജന്മിമാരുടെ അകത്തളങ്ങളിൽ അടിമപ്പണി ചെയ്ത് ജീവിതം ഹോമിക്കുന്ന അടിയാളന്മാരുടെ, വെള്ളക്കാരുടെ കാമത്തിന് വിളയാടാൻ വിധിക്കപ്പെടുന്ന കന്യകമാരുടെ, എല്ലാം കണ്ടും കേട്ടും സഹിച്ചും ജീവിക്കുന്ന കോടിക്കണക്കിന് നിരാലംബരുടെ ആർത്തനാദങ്ങൾ, തേങ്ങലുകൾ നീ കേൾക്കുന്നില്ലേ? നീ കേൾക്കുന്നില്ലേ? ഓന് ഭ്രാന്ത. നീ അതൊന്നും വായിക്കണ്ട. കണ്ടില്ലേ ഈ മുറി കിടക്കുന്നത്? സ്വന്തം മുറി വൃത്തിയാക്കാൻ അറിയാൻ മേലാത്തവനാ ഇനി നാട് നന്നാക്കുന്നേ. അതിനൊക്കെ ഞാൻ ഇവിടില്ലേ അമ്മായി? അവൻ അങ്ങനെ വല്ല വിചാരമുണ്ടോ? ഒരു നാഴികയ്ക്ക് മുന്നേ പുടവ കൊടുത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാനാ ഞാൻ പറഞ്ഞത്. ഇനി അതിന് അധികം താമസം ഉണ്ടാവില്ല. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ പോവല്ലേ? അതോടെ തീരും അനിയേട്ടന്റെ തിരക്കല്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പൊന്ന് നടന്നു കിട്ടിയാ മതി എന്റെ ഭഗവതി. ഒരു കട്ടൻ ചായ അടിച്ചേ. ചാക്കോ മിശ്രി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു? അത് പിന്നെ ഞാനൊരു സായിപ്പിന്റെ വീട്ടില് കുശിനിക്കാരനായിരുന്നു. അവിടെ വെച്ചാ ഞാൻ ഈ തയ്യലൊക്കെ പഠിച്ചേ. അപ്പോ ഇംഗ്ലീഷൊക്കെ അറിയായിരിക്കും അല്ലേ? കുറേശ്ശൊക്കെ. അവിടുത്തെ പണി എന്താ മതിയാക്കിയേ? ഓ, നമുക്കതൊന്നും ശരിയാവത്തില്ല. ഒന്നും പറയണ്ട. അവസാനം സായിപ്പിന്റെ തയ്യൽ മെഷീനും കൊണ്ട് ഞാനിങ്ങ് പോന്നു. അതെന്തായാലും നന്നായി. ഇപ്പൊ തലയ്ക്ക് വിധ പണിയല്ലേ കർത്താവേ. ഈ നാട്ടിലെല്ലാരും ഇപ്പൊ കുപ്പായ ഇട്ടുണ്ടല്ലേ നടപ്പ്. എനിക്കെന്തോ ഈ കുപ്പായം കൊണ്ട് ഇടുമ്പോ ഒരു ശ്വാസം മുട്ടല് പോലെ. എനിക്കിപ്പോ ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല. അത്രയ്ക്ക് പണിയല്ലയോ? തമ്പ്ര, താൻ എത്തിയോ? ഓ ശങ്കര, ശങ്കര, ഒക്കെ ഭംഗിയായിട്ടുണ്ടല്ലോ അല്ലേ? എത്തി. ഓ എത്തി. വിളിച്ചോ? ഉവ്വ്. അതെടുത്ത് അവകാശികൾക്ക് കൊടുക്ക. ആ, എന്താ തന്റെ കൂലി? അയ്യോ, അത് തന്നാ മതി. ശങ്കര, മാപ്പിളയുടെ കൂലി എന്താന്ന് വെച്ചാ കൊടുക്കുക. ചായപ്പിലിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. ഓ, വന്നോളൂ, അപ്പുറത്തേക്ക് വന്നോളൂ. വേഗം മേസ്ത്രി വീട്ടിൽ പോണില്ലേ? പോണം. 2 ദിവസത്തെ പണി ഇനിയും ബാക്കി കിടക്കാൻ. വാ, കയറി ഇരുന്നിട്ട് പോ. അത് പിന്നെ നമ്മുടെ കുപ്പായം തച്ച. പിന്നെ അതിന്റെ പണി ഇന്നലെ തീർത്തു വെച്ചിരിക്കല്ലേ. കാശേ പിന്നെ തരാം. നാളെ ഇതിട്ട് വേണം വള്ളൂന്ന്. അതെ, സത്യം പറയാലോ, ഇപ്പൊ ഈ നാട്ടിലെ സംസാരം മുഴുവനും ചാക്കോ മേസ്ത്രിയെ കുറിച്ചാ. ഓ,
അതിപ്പോ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത്ര തന്നെ. അവസാന ഘട്ടത്തിന് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. ആ, അത് ഇളവൂർമനയുടെ അനിയൻ നമ്പൂരിയും കൂട്ടുക. ചിലരൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരാ. എന്നാൽ 4-5 പേരെ ആദ്യമായിട്ട് കാണുക. അവരുടെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ട്. അല്ല, മേസ്ത്രി അവരെ കണ്ടോ? ആ, ഇതിലെ പോകുന്നത് കണ്ടു. ആ പോക്ക് കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. മേസ്ത്രി നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കട്ടെ, പുറത്ത് പറയണ്ട. ചിലപ്പോ നമ്മൾ പുലിവാല് പിടിക്കുന്നേ. അല്ല, അങ്ങ് ടൗണിലൊക്കെ സമരമാ, സ്വാതന്ത്ര്യ സമരം എന്നാ പറയുന്നേ. നാട് പിടിക്കാനുള്ള ഒരു സമരങ്ങളെ ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവും. ഇത്തിരി പോന്ന യോമാര് വിചാരിച്ച ഈ സായിപ്പ്മാരെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമോ? പണ്ടത്തരം അല്ലാതെന്താ. ഈ അനിയൻ നമ്പൂരിയെ ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയ കാര്യ. വലിയ പഠിപ്പൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത്. എന്തിനേറെ പറയുന്നു, ഈ നാട് മുഴുവൻ നമ്പൂരിച്ചിട്ട് കൂടെ മേലേപ്പാട്ട് തമ്പുരാനും ശിങ്കിടികളും ഒഴികെ. ആ, അപ്പോഴേ കാര്യം പറഞ്ഞിരുന്ന പറ്റത്തില്ല കേട്ടോ. വെളുപ്പിനെ കടത്തിറക്കാനുള്ള. എന്നാ ഞാൻ ഇറങ്ങാം മേസ്ത്രി. ചാക്കോയേ, ആ അച്ഛനോ? വന്നാട്ടച്ചു, ഇരുന്നാട്ടെ. ചാക്കോയെ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ കടയിൽ തിരക്കായതുകൊണ്ട്. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ച കുർബാന മുടക്കരുത്. ഓ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, ഒരു കാര്യം പറയാനാ ഞാൻ വന്നു. എന്താച്ചോ? പള്ളിക്കൂടം തുടങ്ങാൻ തീരുമാനമായിട്ട്. ഓ, പള്ളി വകയായിട്ടാ. മോളെ ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ ചേർക്കണം. നമ്മുടെ കുട്ടികൾ സമൂഹത്തിൽ നമ്മുടെ രീതിക്കനുസരിച്ച് വളരണം. അതിനായി ഈ പള്ളിക്കൂടമൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചത്. എന്താ ചാക്കോയ്ക്കൊരു ആലോചന? ഒന്നുമില്ലച്ചോ, എല്ലാം അച്ഛൻ പറയുന്ന പോലെ ഇല്ലോടി. അതെ, എന്താ എന്താ എല്ലാരും കൂടെ? ചാക്കോമേശ്രീ, ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണം. സഹായോ? ഞാനോ? എന്ത് സഹായം? സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട നേതാക്കൾക്കെല്ലാം മോചനം കിട്ടി. അവർക്കെല്ലാം ഈ നാട്ടിലൊരു സ്വീകരണം നൽകുന്നുണ്ട്. ഈ നാട്ടിലും എത്തിയോ സമരം? ഈ നാട്ടിലെന്നല്ല, നാടായ നാട്ടിലെല്ലാം പടർന്നു പിടിക്കയില്ലേ സ്വാതന്ത്ര്യ സമരം. ജയിലിൽ നിന്ന് വരുന്ന നേതാക്കൾ സഭ കൂടുമ്പോൾ അവിടെ ഉയർത്താൻ കുറെ മൂവർണ്ണ കൊടികൾ മേസ്ത്രി തച്ചേരണം. കൊടിയോ? ഞാനോ? എന്താ, പറ്റില്ലേ? അയ്യോ, അതല്ല, വല്ല വയ്യാവേലിയോ ആവുമോ കുഞ്ഞെ? ഈ നാടിന് വേണ്ടിയല്ലേ. ഇതാ. മേസ്ത്രി, മേസ്ത്രി, എന്താ? കുഞ്ഞായിരുന്നോ? തയ്ച്ചോ? ഓ, ഒക്കെ കഴിഞ്ഞു. എൻ്റെ കുഞ്ഞെ,
ഈ കൊടികളൊക്കെ ഞാനാ തച്ചതെന്ന് മറ്റാരും അറിയരുത്, പ്രത്യേകിച്ചും പള്ളിയിലച്ഛൻ. അതെന്താ? ഒന്നുമില്ല, വെറുതെ കുഴപ്പമൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഈ പള്ളിയൊക്കെ ആയിട്ട് എങ്ങനെ. ശരി, ഞങ്ങളായിട്ട് പറയുന്നില്ല. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, സമരം വിജയിക്കട്ടെ, സമരം വിജയിക്കട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കോൺഗ്രസ് സമരം വിജയിക്കട്ടെ. യോ, തമ്പ്രാൻ പതിവില്ലാതെ അടിയന്റെ കടയില് ഇങ്ങോട്ടിരിക്കാം. കാലമൊക്കെ മാറുകയല്ലേ, ഇനി നമ്മളൊക്കെ അല്ലേ ഈ നാട് ഭരിക്കേണ്ടത്. ആ നേരത്ത് മനയ്ക്കുള്ളിൽ ഇരുന്നാ മതിയോ? അല്ലേ കുട്ടിശങ്കര? ചാക്കോ മെഷി അറിഞ്ഞില്ലേ കാര്യങ്ങള്? ഇല്ല. തമ്പുരാനെയാണ് ഈ നാട്ടിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി തീരുമാനിച്ചിരിക്കുന്നത്. ശങ്കര, നീയാ പതി മാപ്പിളയുടെ കയ്യിലോട്ട് കൊടുത്തേ. ഓ, ഖദറ 4 കുപ്പായത്തിലുള്ള തുണിയുണ്ട്. നാട്ടിലൊക്കെ ഇപ്പൊ ഖദറല്ലേ, എന്റെ കട നിറ ഇപ്പൊ ഖദറിന്റെ തുണിത്തരങ്ങളാ. അല്ല പറയാ, അനിയൻ നമ്പൂതിരിക്കുന്നത് എന്തിന്റെ ഇനക്കേടാ. നേരെ ചൊവ്വേ നിന്നിരുന്നെങ്കിൽ അയാൾ ഇപ്പൊ പാർട്ടിയിൽ ആരാകേണ്ടതാ? ഓ, ആരാകാനാ? കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച കൂട്ടത്തിലുള്ളതാ. ഇപ്പോ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുകയല്ലേ. നടക്കട്ടെ, കാണാലോ. യവന്മാരൊന്നും ഒരു കാലത്തും ഗുണപിടിക്കത്തില്ലെന്നേ, വെറും ഓട്ടക്കാരനാ. അല്ല എന്താ? ശരിയാ, കോടി പിടിക്കുന്നവനെന്നും കോടി പിടിക്കത്തേ ഉള്ളൂ. അധികാര കസേരയിൽ ആണുങ്ങളിരിക്കും, അല്ലേ തമ്പ്രാ? ആഹാ, അനിയേട്ടാ ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? ഞാനിവിടെ വരാറുണ്ട്. ഞാനിവിടെ വന്നത് ഇഷ്ടായില്ലല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു. എന്താ അനിയേട്ടാ ഇങ്ങനെ? കുഞ്ഞുനാളിലെ കൂടെ കൊണ്ടു നടന്ന മോഹങ്ങൾ ഒന്ന് നടന്നു കാണാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന് ഒന്ന് പറഞ്ഞൂടെ? ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്നായിരുന്നു. ഇനി ശരിയാണ്, നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും പ്രസ്ഥാനം എന്നൊരു പ്രതിസന്ധിയിലാണ്. അതിജീവനത്തിന്റെ അതിർവരമ്പുകൾ തേടിയുള്ള മരണപ്പാച്ചിലുകളിൽ, പോരാട്ടങ്ങളിൽ ഉഴലുന്ന എന്റെ മനസ്സിൽ ഇപ്പോൾ പ്രണയമില്ല സാവിത്രി. സ്വന്തമായൊരു ജീവിതം കൂടി സ്വപ്നം കാണാൻ കഴിയില്ല എനിക്ക്. ഒരു പക്ഷേ നിനക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും സാവിത്രി കൂടി അനിയായിട്ടുണ്ട് പൊറുക്കണം. അപ്പൊ ഞാൻ പുതിയൊരു ജീവിതം നീ കണ്ടെത്തണം. അതിനെനിക്ക് കഴിയണം. എന്നെ മറക്കണം.